ആ പറഞ്ഞു. ഓക്കെ ഓക്കെ പറഞ്ഞു. ചേച്ചി ലക്ഷ്മി പറഞ്ഞോ. വോട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇത്രയും ദിവസം നിന്ന് നല്ല ഹാപ്പിയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ലൈക്ക് വോട്ടറായിട്ട് ഞാൻ ഗെയിമായിട്ട് കാണുന്നുള്ളൂ, അതിന് ഹാപ്പിയാണ്. നന്ദി. എല്ലാവരും പറഞ്ഞു ലക്ഷ്മി ഗെയിം എവിക്ഷൻ ഏതാഴ്ച വേണമെങ്കിലും ആവാം, അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നെവിനെയാണ് തുടക്കം മുതൽ എനിക്ക് തോന്നിയത്. പിന്നെ ഗെയിമറാണ്, നല്ല ഗെയിമറാണ്. അതൊക്കെ ടൈം കൂടുതലുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. അത് വീട്ടിൽ കയറ്റിലാണോ പറയുന്നത്? വീട്ടിൽ കയറ്റോ? അതിനടുത്തുള്ള കണ്ടസ്റ്റൻസിന്റെ കാര്യം ഞാനിപ്പോ പറയേണ്ട കാര്യമാണ്. എന്നോടല്ല ചോദിക്കുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടില്ല. വന്ന ഹാപ്പിയാണ്. മോന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. വന്ന പാടെ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല, ആ ഒരു ഇതിൽ നിൽക്കുക. എല്ലാവർക്കും കുറെ പേർക്ക് ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എല്ലാവർക്കും താങ്ക് യു. ഒത്തിരി സ്ഥലത്തു നിന്നൊക്കെ വന്നവര് ഹായ്, എല്ലാവർക്കും ഹായ്. ആദിലെന്ന് പറഞ്ഞ പറഞ്ഞതുകൊണ്ടാണ് വീട്ടിൽ കയറ്റുക. ആദിലെന്ന് പറഞ്ഞ വീട്ടിൽ കയറ്റുമോ? പറഞ്ഞതുകൊണ്ടാണ് പുറത്തായത്. അല്ല, ഇതിനകത്തിപ്പോ സാബുമോനടക്കം ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. ആ സാബുമോനടക്കം ഒരുപാട് പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് മൈക്കൊന്ന് കേട്ടിട്ടില്ല. ഈ അനുമോളുടെ പി ആർ വർക്ക് പുറത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ടായിരിക്കും ആ ലക്ഷ്മി പുറത്തു പോകാൻ കാരണം ചിന്തിക്കുന്നുണ്ടോ? ലക്ഷ്മി അതേപോലെ തന്നെ ലക്ഷ്മിയുടെ എവിക്ഷൻ ഭയങ്കര ആഘോഷമാക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇന്നലെ പോലെ കമന്റിട്ടുണ്ട്. അതേപോലെ ചില ആളുകൾ അവരോട് ലക്ഷ്മിക്കെതിരെയാണ് പറയുന്നത്. അവരെ ലക്ഷ്മിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ അടിയിൽ അവർ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം. ലക്ഷ്മി മകൻ ബിഗ് ബോസ് വരെ വന്നിട്ട് കാണാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ 100 ദിവസം കാണാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചല്ലേ. ഈ അനുമോളുടെ ബിഗ് ബോസിൽ ഒരു നാടകം തോന്നുന്നുണ്ടോ? അല്ല, അനുമോളെ പറ്റിയിട്ടാണ് ഇപ്പൊ എല്ലാം കൂടി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അനുമോളുടെ ഈ ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ നാടകമായിട്ട് തോന്നുന്നുണ്ടോ? ലക്ഷ്മി ആദ്യം പറയണ്ടേ കുറച്ച് കയറുന്നു ശേഷം അത് മാറ്റി പറയുന്ന പോലെ തോന്നിയതല്ലേ. ആ നിലപാട് തന്നെയാണ് ശരിക്കും അത് തെറ്റായി പോയെന്ന് തോന്നിയേ പിന്നീട് ചിന്തിച്ചത്. ഈ ടോപ്പ് 5 ഇനി ആരൊക്കെ ഉണ്ടാവും ബിഗ് ബോസിൽ? മൈക്ക് സങ്കടം ഉണ്ടോ? അമ്മേനെ കണ്ടല്ലോ.